അതെ, ഒരു സൗണ്ട് കേട്ടായിരുന്നോ? ടിങ് ടിങ്. അതിന്റെ അർത്ഥം പുറത്ത് ആള് വന്നതാ. ഭൂമി വളർന്നാലും ഇവിടെ എണിക്കരുത് കേട്ടോ. സർപ്രൈസ്. ആയിരുന്നല്ലേ പറഞ്ഞേ? നാളെ വന്നാ സർപ്രൈസ് ആവില്ലല്ലോ. വാ അകത്തോട്ട് വാ. ഏട്ടാ, ഇതെന്റെ കൊളീഗ് ജിത്തു. മാധവ് ജി. എന്തൊരു അവക്ക് മാത്രമേ ഉള്ളൂ ഈ ഒപ്പനയൊക്കെ. ഷീസ് മൈ ഹണി. നീ വന്നേ. നമുക്ക് ഹണി കേക്ക് ഉണ്ടാക്കാം. ഓ ഇറങ്ങി കഴിഞ്ഞാണോ ഹള്ളു? ആരായിട്ട് ഒരു ഷർട്ടും പാൻറ് ഏട്ടത്തിലൂടെ പോയല്ലേ? നീ വന്നേ. ഹസ്ബൻഡിന് വേറെ പണിയൊന്നുമില്ലല്ലേ? എല്ലാം നീ ഒറ്റയ്ക്ക് മധു. മധുമതി എന്താ എന്താ ചെയ്യുന്നേ? തുണി വിരിക്കുന്നു. വീട്ടിൽ വന്ന ഗസ്റ്റിനെ പിന്നാമ്പുറത്താണോ നിർത്തുന്നത്? അയ്യോ ഞാനിവിടെ ഭയങ്കര കംഫർട്ടബിളാ. ഇത് മാധവേട്ടൻ അനിയനാ. എടാ, 2 പേർ പാല് കുടിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞു പോയി. എന്താ നീ നമ്മുടെ പശുവിന്റെ പാല് ഇറക്ക്? എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. അല്ല, പാലിറക്കാൻ ഒരു മൂടില്ലെന്ന്. അതൊന്നും വേണ്ട, സാരമില്ലെന്നേ, നമുക്ക് പിരിക്കാം. നിങ്ങളവനെ പിടിച്ച് മാറ്റില്ലേ? അവൻ രാത്രി ബെഡ്ഷീറ്റ് കാണും. എന്തോന്ന് പപ്പറ്റ് ഷോയാ? ഒരു ബെഡ്ഷീറ്റ് ഒരു തവണ വിരിക്കാൻ പറ്റൂ. നല്ലൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സഹായം? അവന് സഹായിക്കാൻ മുട്ടിയിരിക്കുക. മധുപോയി നമ്മുടെ ജിത്തുമോൻ കാശയിലേക്ക്. ആ കല്ല് പുറത്തൊന്നുമില്ല, നീ ഒരച്ചോ. ചേട്ടാ, എന്തു ചെയ്യുന്ന? ജിത്തുവിന് ഇതൊക്കെ ഇഷ്ടമാന്നേ ഇല്ലടാ. മോള് പൊക്കോ, ജിത്തുവിനെ ചേട്ടൻ നോക്കോളാം. ആ മതി മതി, നീ കഴിവ്.